Hi everyone, this is Suransi from Groww Malayalam channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GDP and its componentsനെ പറ്റിയാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ചുറ്റും GDP എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് GDP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫ്ലാറ്റൊക്കെ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ GDPയിലേക്കാണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും GDPയുടെ പാർട്ടാണ്. അപ്പോൾ ഒരു ഇക്കോണമിയുടെ ഓവറോൾ ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ GDP എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമാണ് ഇതിലുള്ളത്. അപ്പോൾ GDPയുടെ ഫുൾ ഫോം വരുന്ന ഇതാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഇക്കോണമിയിൽ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് സോൾഡ് ആൻഡ് ബോട്ടിൻ്റെ ഒരു മെഷറാണ് GDP. അപ്പോൾ GDP രണ്ട് ഫോമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അബ്സല്യൂട്ട് GDP അതുപോലെ തന്നെ റിലേറ്റീവ് GDP ഗ്രോത്ത്. അപ്പോൾ അബ്സല്യൂട്ട് GDP എന്ന് പറഞ്ഞാൽ GDP ഫിഗേഴ്സ് റുപ്പീസ് അല്ലെങ്കിൽ ഡോളേഴ്സിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് GDP എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി റിലേറ്റീവ് GDP എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു പെർസെൻറ്റേജ് ഗ്രോത്ത് ഓഫ് GDPനെയാണ് റിലേറ്റീവ് GDP എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ 2021 GDP -6.6% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്, അതായത് 2020നെ വെച്ചിട്ട് നോക്കുമ്പോൾ 6.6% ഡിക്രീസ് ചെയ്തിട്ടുണ്ട് GDP. സിമിലർലി ഇപ്പോൾ Q3 ഫിനാൻഷ്യൽ 2022 GDP 5.4% എന്ന് പറഞ്ഞാൽ Q3 ഫിനാൻഷ്യൽ 2021 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ Q3 ഫിനാൻഷ്യൽ 2022 GDP 5.4% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അബ്സല്യൂട്ട് GDP വരുന്നത് $3.53 ട്രില്യൺ ആണ്. അതേ സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വരുന്നത് $25.19 ട്രില്യൺ ആണ്. അപ്പോൾ ഈ നമ്പർ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ GDPയുടെ ഇക്വേഷൻ വരുന്നതാണ് GDP = C+I+G+NX എന്നാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 4 വേരിയബിൾസ് ആണ് GDPയുടെ 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ C stands for consumption, I for investment, G for government spending, NX for net exports ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ 4 കമ്പോണൻസും ഒരു ഫോം ഓഫ് സ്പെൻഡിങ് ആണ്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റിന്യൂവബിൾ എനർജി പ്ലാന്റ് ഗുജറാത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിലേക്ക് ഹെവി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് സെമി കണ്ടക്ടർ ചിപ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഓവറോൾ GDP നമ്പറിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഇനി കമ്പോണൻസ് ഓഫ് GDP നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ റുപ്പി എക്സ്പെൻഡിച്ചറും ഈ 4 കമ്പോണൻസിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും പോകുന്നത് ആൻഡ് സ്ട്രേറ്റ് ഇൻ ടു ഇന്ത്യാസ് GDP കാൽക്കുലേഷൻ. ഇനി നമുക്ക് GDP ഇക്വേഷൻ്റെ ഓരോ കമ്പോണൻസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് വരുന്നത് കൺസപ്ഷൻ. അപ്പോൾ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാഞ്ചിബിൾ ഗുഡ്സിന് സ്പെൻഡ് ചെയ്യുന്നത്, ലൈക്ക് ഇപ്പോൾ ക്ലോത്ത്, ഹെയർ കട്ട് സർവീസിനൊക്കെ. അപ്പോൾ നമ്മുടെ ഇക്കോണമി വളരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഡെവലപ്ഡ് ആകുമ്പോൾ കൺസ്യൂമർ സ്പെൻഡിങ്ങും കൂടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 8 ഇയേഴ്സിൽ നമ്മുടെ രാജ്യത്തിൽ ഹൗസ് ഹോൾഡ് ഓർ പ്രൈവറ്റ് കൺസപ്ഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP കാണാം. അപ്പോൾ ഇതിൽ COVID-19 ഒരു ഇഫക്റ്റ് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈവറ്റ് സ്പെൻഡിങ്ങിൽ. അപ്പോൾ കൺസപ്ഷൻ വീണ്ടും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇപ്പം കാറ്, ഫർണിച്ചർ, ഇലക്ട്രോണിക് അപ്ലയൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഫുഡ്, ഫ്യൂവൽ, ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഈ തേർഡ് വൺ വരുന്നത് സർവീസസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഹെയർ കട്ട് സർവീസസ് ഒക്കെ ആയിരിക്കും. ഇനി സെക്കൻഡ് കമ്പോണൻറ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ബിസിനസ് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ലൈക്ക് ഇപ്പോൾ ലാൻഡ്, മെഷീനറി, ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ മേജർ കൺസ്യൂമർ ആക്ടിവിറ്റിയും ഇൻക്ലൂഡ് ചെയ്യും, അതായത് ബൈയിങ് ഹോംസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതായിരിക്കും. എന്നാലും ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, അതായത് എക്സിസ്റ്റിംഗ് അസറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്താൽ അത് GDPയുടെ കാൽക്കുലേഷനിലേക്ക് ആഡ് ചെയ്യുന്നതല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുന്നേ ആരെങ്കിലും താമസിച്ച ഒരു വീട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് GDPയുടെ കാൽക്കുലേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇക്കോണമി ഇറഗുലർ അല്ലെങ്കിൽ ഡൗൺ ഒക്കെ പോകുന്ന സമയത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് യൂഷ്വലി സഫർ ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈം ബിസിനസ് ഒരു സേവിങ് മോഡിലേക്ക് പോകും, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ അധികം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടില്ല. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബൈയിങ് ഒക്കെ ഡൗൺ പോകും. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP നിങ്ങൾക്ക് കാണാം. ഇനി തേർഡ് വൺ വരുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. അപ്പോൾ ലോക്കൽ, സ്റ്റേറ്റ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഗുഡ്സ്, സർവീസസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, എഡ്യൂക്കേഷനിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണിത്. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ഇന്ത്യൻ ഗവൺമെൻറ്
ഇൻ്റെ സ്പെൻഡിങ് ആസ് എ പാർട്ട് ഓഫ് GDP നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം 2018 തൊട്ട് ഒരു സ്ട്രോങ് ഇൻക്രീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഫോർത്ത് വൺ വരുന്നത് നെറ്റ് എക്സ്പോർട്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷനിൽ ലാസ്റ്റ് കമ്പോണൻറ്റ്, അതായത് നെറ്റ് എക്സ്പോർട്സ് എന്നുള്ളത്. അപ്പോൾ എക്സ്പോർട്സിൽ നിന്ന് ഇമ്പോർട്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്സിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് കുറയ്ക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ബിക്കോസ് ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൾറെഡി അതർ കമ്പോണൻസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനി നെറ്റ് എക്സ്പോർട്ടർ അല്ലെങ്കിൽ ഇമ്പോർട്ടർ ആവുന്നത് എത്ര എമൗണ്ടിനാണ് ഫോറിൻ എൻറ്റിറ്റിക്ക് സെല്ല് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് ഫോറിൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഇന്ത്യ ഒരു നെറ്റ് ഇമ്പോർട്ടറാണ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ട്രേഡ് ഡെഫിസിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഹൈ ബിൽ ഫോർ ഓയിൽ ഇമ്പോർട്ട്സ് ആണ്. ഇനി ഇക്കോണമിക് വെൽബീൻ്റെ നല്ലൊരു മെഷർ ആണോ GDP എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പേർട്സ് കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്, അതുപോലെ തന്നെ നെറ്റ് എക്സ്പോർട്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് രാജ്യത്തിൻ്റെ GDP കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ GDP ഗ്രോത്ത് കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പേർട്ട് സജസ്റ്റ് ചെയ്യും എക്കോണമി എക്സ്പാൻഡ് ചെയ്യുവാണെന്ന്. ഇനി ഇതിൻ്റെ റിവേഴ്സ് ആണ് സംഭവിക്കുന്നതെങ്കിൽ എക്കോണമി കൺട്രാക്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഡിക്ലൈൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റിസഷനിലേക്കായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ GDP എന്ന് പറയുന്നത് പ്രോഗ്രസിൻ്റെ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല കൺട്രീസും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിലെല്ലാം അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ? പ്രോഗ്രസിൻ്റെ ഒരു ഐഡിയൽ ഇൻഡിക്കേറ്റർ ആണോ GDP? അപ്പോൾ മണി അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ ബേസിൽ മാത്രമാണ് നമ്മൾ പ്രോസ്പെറിറ്റി നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ ഹയർ GDP ഒരു സൊസൈറ്റിയുടെ പ്രോസ്പെറിറ്റിയുടെ ട്രൂ പിക്ചർ കാണിക്കുന്നില്ല. ഇതൊരു പോക്കറ്റ് ഓഫ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു ഹയർ ഇക്കോണമിക് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ESG അതായത് എൻവറോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് ഗവർണൻസ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഒരു രാജ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ ഒരു ഇക്കണോമിക് നമ്പറിൽ കൊണ്ടുവരണം എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ക്രിട്ടിക്സും കറണ്ട് GDP ഇക്വേഷൻ കറക്റ്റ് അല്ല എന്നും പറയുന്നുണ്ട്. അതായത് ഒരു നാഷൻ്റെ ട്രൂ വെൽത്ത് കാണിച്ചു തരുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഫാക്റ്റ് ഇത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് വേറൊരു ബെറ്റർ മെട്രിക്സ് ഇല്ലാത്തതുകൊണ്ട് GDP തന്നെയാണ് ഒരു കമ്പനിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ബഡ്ഡിങ് ഇൻവെസ്റ്ററും GDPയുടെ ബേസിക്സ് അതുപോലെ തന്നെ GDP കമ്പോണൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇക്കോണമിക് ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്ത ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.